Hello dears, teacher വന്നിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിന്റെ 13th ചാപ്റ്റർ ഗ്ലിംസ് ഓഫ് ഇന്ത്യ എന്നുള്ളതിന്റെ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് ഇവിടെ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്താണ് നോക്കാം നമുക്ക്. ഗ്രീൻ സ്പോട്സ് ഇൻ ദ ഓഷ്യൻ. എന്താണ് ഗ്രീൻ സ്പോട്സ് ഇൻ ദ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രത്തിലെ പച്ചത്തുരുത്തുകൾ അല്ലെ. ഐലൻഡ്സ് ആർ ദ ലാൻഡ് ഏരിയ സറൗണ്ടഡ് ബൈ ദ സീ. ഇൻ മാപ്സ് യു മൈറ്റ് ഹാവ് seen the Lakshadweep Islands in the Arabian Sea and the Andaman and Nicobar Islands in the Bay of Bengal. നിങ്ങൾ എന്താണ് ഇവിടെ നോക്കിയത്? ഈ സമുദ്രത്തിൽ ചുറ്റപ്പെട്ട ചെറിയ ഭാഗങ്ങളാണ് എന്ത് ഐലൻഡ് എന്ന് പറയുന്നത് അല്ലെ. ഈ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറേബ്യൻ സീയിലാണ് ലക്ഷദ്വീപ് ഐലൻഡും അതുപോലെ ബേ ഓഫ് ബംഗാളിലാണ് എന്ത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡും എന്താക്കുന്നത് ഉള്ളത് അല്ലെ. അപ്പൊ അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപ സമൂഹവും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവും എന്താണ് ഭൂപടങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. ദെൻ ദ ലക്ഷദ്വീപ് ഐലൻഡ്സ് ആർ മോസ്റ്റ്ലി കോറൽ. എന്താണ് ഈ ലക്ഷദ്വീപിൽ മിക്കവയും എന്താണ് കോറലാണ് അല്ലെ. എന്താണ് പവിഴ ദ്വീപുകളാണ്. ഓക്കെ. അഗ്രികൾച്ചർ ഈസ് സ്പാർസ് ഇൻ ലക്ഷദ്വീപ് ആൻഡ് ദ പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ദ സീ ഫോർ ദെയർ ലിവ്ലിഹുഡ്. എന്താണ് കൃഷി നാമമാത്രമായ ലക്ഷദ്വീപിൽ സമുദ്രത്തെ ആശ്രയിച്ചാണ് എന്ത് ജനജീവിതം. എന്താണ് കൃഷി നാമമാത്രമായ ലക്ഷദ്വീപിൽ അല്ലെ. കൃഷി അതിനകത്തൊന്നുമില്ല, സ്പാർസ് കുറവാണ് അല്ലെ. അപ്പൊ എന്താണ് പേരിനേ ഉള്ളു കൃഷി. അപ്പൊ ഇവര് എന്താണ് ലക്ഷദ്വീപിൽ സമുദ്രത്തെ ആശ്രയിച്ചാണ് എന്ത് അവിടുത്തെ ജനജീവിതം ഉള്ളത്. ഓക്കെ. മോസ്റ്റ് പാർട്സ് ഓഫ് ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആർ ഡെൻസ് ഫോറസ്റ്റ്. പിന്നെന്താ ആൻഡമാൻ നിക്കോബാറില് ഈ ഐലൻഡ്സില് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ മിക്കവയിലും എന്താണ് ഭയങ്കര ഡെൻസ് ഫോറസ്റ്റ് അല്ലെ, നിബിഡമായ വനങ്ങളാണ് അല്ലെ. യു മൈറ്റ് ഹാവ് അക്വയർഡ് എ ബേസിക് നോളജ് ഓഫ് ദ ഫിസിയോഗ്രഫിക് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ഫോളോയിങ് ആർ ദ ഫിസിയോഗ്രഫിക് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ. എന്താണ് ഇവിടെ പറയുന്നത്? ഇന്ത്യയുടെ നമ്മളെ ഈ ഫിസിയോഗ്രഫിക്ക് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ എന്താണ് സാമാന്യ ധാരണ നേടിയിട്ടുണ്ടാവും അല്ലെ. ഇന്ത്യയിലെ ഈ ഫിസിയോഗ്രഫിക് യൂണിറ്റ്സ് എന്താണ് താഴെ ചേർക്കുന്നവയാണ്. താഴെ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കാം നമുക്ക്. എന്താണ് നോർത്ത് മൗണ്ടൻ റീജിയൻ അല്ലെ, പിന്നെ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്, പിന്നെ പെനിൻസുലർ പ്ലാറ്റ്യൂ, പിന്നെ ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ദ ഐലൻഡ്സ് അല്ലെ. ഐഡന്റിഫൈ ദ ഫിസിയോഗ്രഫിക് യൂണിറ്റ്സ് ഗിവൺ ഇൻ ദ ഫോളോയിങ് മാപ്പ് ഫിഗർ 13.1 ആൻഡ് കംപ്ലീറ്റ് ദ ഇൻഡെക്സ്. എന്താണ് ചുവടെ നൽകിയിട്ടുള്ള ഇന്ത്യയിലെ ഭൂപടത്തിലെ എന്താണ് ചിത്രം 13.1 എന്താണ് ആ വിഭാഗങ്ങൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് എന്താക്കുക നിങ്ങൾ ഈ സൂചിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ ഇവിടെ ഇന്ത്യ അല്ലെ. എന്താണ് ഫിസിയോഗ്രഫി കണ്ടോ? കണ്ടല്ലേ, ഇത് ബേ ഓഫ് ബംഗാള്, അറേബ്യൻ സീ. പിന്നെ ഇവിടെ നോക്കൂ, ഇവിടെ റെഡ് കളറിൽ എന്താ ഇവിടെ വരുന്നത് മക്കളെ? എന്താണ് റെഡ് കളറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ ഈ ഗ്രീൻ കളറിൽ എന്താണ് അത് എഴുതുക. പിന്നെ ഈ ബ്രൗൺ കളറിലുള്ള എന്താണ് അത് എഴുതുക. ഓക്കെ. ദെൻ വൈറ്റ് കളറിൽ എന്താ സൂചിപ്പിക്കുന്നതെന്നും എഴുതുക. ഇത് ആൻഡമാൻ നിക്കോബാറിലെ ഐലൻഡ് അല്ലെ, ബേ ഓഫ് ബംഗാളില്. ഇത് അറേബ്യൻ സീ ലക്ഷദ്വീപിൽ അല്ലെ. ഇതാ ഈ ഭാഗത്താണ് ഇന്ത്യൻ ഓഷ്യൻ ഉള്ളത്. ഓക്കെ. അപ്പൊ ഇൻഡെക്സ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ റിവേഴ്സ് ഇൻ ഇന്ത്യ. എന്താണ് ഇന്ത്യയിലെ നദികൾ അല്ലെ. ഫ്രം ഏൻഷ്യന്റ് ടൈംസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് ഓൾവേസ് സെലക്ടഡ് റിവേഴ്സ് valleys for settlement. Rivers have profound role in flourishing agriculture and in evolving an agro-based culture in India. എന്താണ് ഇന്ത്യയിൽ പണ്ട് മുതൽക്ക് തന്നെ ജനങ്ങൾ എന്താണ് സ്ഥിര താമസത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് എന്ത് നദീതടങ്ങൾ അല്ലെ. വെള്ളം ഉള്ളിടത്താണ് ആൾക്കാർ ഇപ്പോഴാണെങ്കിലും അല്ലെ, വെള്ളം കിട്ടുന്നുണ്ടോ അവിടെയാണ് ആൾക്കാർ താമസിക്കുക അല്ലെ. ഒരു സ്ഥലം വാങ്ങുകയാണെങ്കിലും വിൽക്കുകയാണെങ്കിലും എന്താ വെള്ളം ഉണ്ടോ, വെള്ളവും വഴിയും ഉണ്ടോ എന്നാ ചോദിക്കുക അല്ലെ. അപ്പൊ എന്താണ് നദീതടങ്ങൾ പണ്ട് എന്താണ് നദീതടങ്ങളിലായിരുന്നു അല്ലെ. ഇന്ത്യയിൽ പണ്ട് മുതൽക്ക് തന്നെ ജനങ്ങൾ സ്ഥിര താമസത്തിന് തെരഞ്ഞെടുത്തിരുന്ന സ്ഥലങ്ങൾ ഏതാണ്? നദീതടങ്ങളാണ് അല്ലെ. ദെൻ പിന്നെന്താണ് ഇന്ത്യയിൽ കൃഷി അഭിവൃദ്ധിപ്പെടുന്നതിലും കൃഷിയെ അടിസ്ഥാനമാക്കി ഒരു സംസ്കാരം രൂപപ്പെടുന്നതിലും നദികളുടെ പങ്ക് എന്താണ് ഭയങ്കരാണ് അല്ലെ, നിസ്തുലമാണ് അല്ലെ. യു ഹാവ് ഓൾറെഡി ലേൺ ദ അഡ്വാൻറ്റേജസ് ഓഫ് റിവേഴ്സ് അല്ലെ. നദികൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നിങ്ങൾ മുൻ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. The picture above is of Varanasi town on the banks of the river Ganga. എന്താണ് ചിത്രത്തിൽ കാണുന്നത് ഗംഗാ നദിക്കരയിലെ വാരണാസിയുടെ ദൃശ്യമാണ് അല്ലെ.
What could have been influence of the river Ganga in the evolution of Varanasi town? Discuss. അപ്പോൾ ഈ വാരണാസി പട്ടണം രൂപം കൊള്ളുന്നതിൽ ഈ നദിയുടെ സ്വാധീനം എത്രമാത്രം ഉണ്ടായിരിക്കാം ക്ലാസ് ചർച്ച ചെയ്യാം കേട്ടോ. The important sources of water in North India are the Indus, the Ganga and the Brahmaputra rivers. എന്താണ് ഈ ഇൻഡസ് സിന്ധു എന്നല്ലേ, മലയാളത്തിൽ സിന്ധു നദി എന്താ പറയാ അല്ലെ, ഇൻഡസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അല്ലെ. അപ്പൊ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ ട്രിബ്യൂട്ടറീസ് അല്ലെ, അവയുടെ എന്താണ് പോഷക നദികളുമാണ് എന്ത് ഈ ഉത്തരേന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് വാട്ടർ, ജലസ്രോതസ്സുകൾ. നോക്കൂ, ദ റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഹിമാലയാസ് ആർ നോൺ ആസ് ദ ഹിമാലയൻ റിവേഴ്സ് അല്ലെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര എന്താണ് ഹിമാലയത്തിൽ നിന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ ഈ ഹിമാലയത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിനെയൊക്കെ എന്താണ് ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയും. ഓക്കെ, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ എന്താണ് ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയും. ആസ് ദേ ഒറിജിനേറ്റഡ് ഫ്രം ദ സ്നോ ക്ലാഡ് മൗണ്ടൻസ് ദേ ആർ പെരന്നിയൽ റിവേഴ്സ്. എന്താണ് ഈ ഹിമാലയത്തിലെ മഞ്ഞ് മൂടിയ പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് എന്താണ് Himalayan rivers അല്ലെ. അപ്പോൾ as they originated from the snow clad mountains, they are perennial rivers. The North Indian plains are formed by the deposition of alluvium brought by the Himalayan rivers. Observe the map and identify the states through which these rivers flow and the oceans which they join. എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ് ഈ ഹിമാലയത്തിലെ മഞ്ഞ് കൂടിയ പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് ഇവ വേനൽക്കാലത്ത് എന്താണ് ജലസമൃദ്ധമാണ് അല്ലെ. ഹിമാലയൻ നദികൾ ഒഴുകിക്കൊണ്ടുവന്ന ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന ഈ അലൂവിയം സോയിൽ ഉണ്ടല്ലോ, ഒഴുക്കിക്കൊണ്ടുവന്ന അലൂവിയം നിക്ഷേപിക്കപ്പെട്ടാണ് എന്ത് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, ഉത്തര മഹാസമതലം രൂപപ്പെട്ടത്. ഈ നദികൾ ഒഴുകുന്ന സ്റ്റേറ്റ്സ്, എത്തിച്ചേരുന്ന സമുദ്രങ്ങൾ എന്നിവയുടെ ഭൂപടം നിങ്ങൾ എന്താക്കുക നിരീക്ഷിച്ചിട്ട് കണ്ടെത്തുക. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ദീസ് റിവേഴ്സ് ഫ്ലോ ആൻഡ് ദ ഓഷ്യൻ വിച്ച് ദേ ജോയിൻ. ഓക്കെ, അപ്പോൾ ടീച്ചർ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇവിടെ എന്താണ് ഒറിജിനേറ്റ് ഫ്രം സ്നോ ക്ലാഡ് മൗണ്ടൻസ് ദേ ആർ പെരന്നിയൽ റിവേഴ്സ് അല്ലെ. സ്നോ ക്ലാഡിൽ നിന്ന് ഒറിജിനേറ്റ് വരുന്ന മൗണ്ടൻസിനെ പെരന്നിയൽ റിവേഴ്സ് എന്നും പറയും. ഓക്കെ, അപ്പൊ ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഹിമാലയത്തിൽ നിന്ന് എന്താണ് ഒറിജിനേറ്റ് ചെയ്തു വരുന്ന റിവേഴ്സ് ഒക്കെ എന്താണ് ഹിമാലയൻ റിവേഴ്സ് എന്നാ പറയാ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത് ഇവിടെ ഹിമാലയത്തിലെ മഞ്ഞ് കൂടിയ പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് ഇവ വേനൽക്കാലത്ത് എന്താണ് നല്ല ജലസമൃദ്ധമാണ് അല്ലെ. ഹിമാലയൻ നദികളിൽ ഒഴുകിക്കൊണ്ടുവന്ന ഈ അലൂവിയം നിക്ഷേപിക്കപ്പെട്ടാണ് എന്ത് ഉത്തര മഹാസമതലം രൂപപ്പെട്ടത്. ഓക്കെ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ നദികൾ ഒഴുകുന്ന എന്താണ് സ്റ്റേറ്റ്സും എത്തിച്ചേരുന്ന ഓഷ്യൻസിനെയൊക്കെ എന്നിവയൊക്കെ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ഭൂപടത്തിൽ നോക്കിയിട്ട് എന്താക്കുക മാപ്പ് നോക്കിയിട്ട് മനസ്സിലാക്കുക. Okay, the rivers that originate from the peninsular plateau are known as the peninsular rivers. ഇനി എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ, ഹിമാലയത്തിൽ നിന്ന് വരുന്ന റിവേഴ്സിനൊക്കെ ഹിമാലയൻ റിവേഴ്സ് എന്നാണ് പറയുന്നത്. ഒറിജിനേറ്റ് ചെയ്ത് വരുന്നതൊക്കെ ഹിമാലയൻ റിവേഴ്സ്. ഇനി എന്താണ് പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന റിവേഴ്സിനെയൊക്കെ എന്താണ് പെനിൻസുലാർ റിവേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ എന്താണ് പെനിൻസുലാർ റിവേഴ്സ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ദ മേജർ പെനിൻസുലാർ റിവേഴ്സ് ആർ ഗോദാവരി, മഹാനദി, ദ കൃഷ്ണ, ദ കാവേരി, ദ നർമ്മദ ആൻഡ് ദ താപ്തി. അപ്പൊ മെയിൻ പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണ്? ഗോദാവരിയും മഹാനദിയും കൃഷ്ണയും കാവേരിയും നർമ്മദയും താപ്തിയാണ്. ആസ് ദീസ് റിവേഴ്സ് ആർ റേഞ്ച്ഡ് they are non-perennial. Observe the map and classify the peninsular rivers on the basis of the ocean which they join. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഈ നദികൾ മഴയെ ആശ്രയിക്കുന്നതിന് വേനൽക്കാലത്ത് അവയിൽ വെള്ളം തീരെ കുറവായിരിക്കും അല്ലെ. ഇവിടെ എന്താണ് പെരനിയൽ ആയിരിക്കും. കാരണം എന്താണ് ഇത് മഞ്ഞിൽ നിന്ന് വരുന്ന ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദികളാണ് അല്ലെ. അപ്പൊ അവിടെ വേനൽക്കാലത്തും ജലസമൃദ്ധമാണ് അല്ലെ, പെരനിയൽ റിവേഴ്സ് ആണ് അല്ലെ. അത് സ്നോ ക്ലാഡ് മൗണ്ടൻസ് വരുന്നതുകൊണ്ട് പെരനിയൽ റിവേഴ്സ് ആണ്. ഓക്കെ, അത് മഞ്ഞിൽ നിന്ന് വരുന്നതുകൊണ്ട് എപ്പോഴും അവിടെ വെള്ളം ഉണ്ടാവും. അപ്പൊ വേനൽക്കാലത്തും അവിടെ എന്തായിരിക്കും വെള്ളം കിട്ടും ഈ ഹിമാലയൻ റിവേഴ്സിൽ. ഓക്കെ, ഹിമാലയത്തിൽ നിന്ന് ഒറിജിനേറ്റ്
ചെയ്തു വരുന്ന നദികളിലൊക്കെ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും. അത് പെരനിയൽ റിവേഴ്സ് ആണ് അല്ലെ, ജലസമൃദ്ധമാണ് എപ്പോഴും. പക്ഷെ ഇവിടെ നോക്കിയേ, ഈ പെനിൻസുലർ പ്ലാറ്റിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു വരുന്ന റിവേഴ്സ് അല്ലെ, പെനിൻസുലർ റിവർ എന്നാ പറയുന്നത്, അവിടെ എന്താണ് വേനൽക്കാലത്ത് എന്തായിരിക്കും, നോൺ പെരനിയൽ ആയിരിക്കും. എന്താണ്, വെള്ളം എന്താണ് തീരെ കുറവായിരിക്കും. വേനൽക്കാലത്ത് അവയിൽ വെള്ളം തീരെ കുറവായിരിക്കും. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ക്ലാസിഫൈ ദ പെനിൻസുലർ റിവേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഓഷ്യൻ വിച്ച് ദേ ജോയിൻ. എന്താണ്, ഈ നദികൾ മഴയെ ആശ്രയിക്കുന്നതിൽ വേനൽക്കാലത്ത് അവയിൽ വെള്ളം തീരെ കുറവായിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്താക്കുക, മാപ്പ് നിരീക്ഷിച്ച് എന്താണ് പെനിൻസുലർ റിവേഴ്സ് എത്തിച്ചേരുന്ന ഓഷ്യന്റെ അടിസ്ഥാനത്തിൽ എന്താ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിവർ ഫ്ലോയിങ് ടു ദ അറേബ്യൻ സീ, എന്താണ് ഈ അറേബ്യ കടലിൽ ചേരുന്നവ ഏതൊക്കെയെന്നും, പിന്നെ എന്താണ് റിവേഴ്സ് ഫ്ലോയിങ് ടു ദ ബേ ഓഫ് ബംഗാൾ, എന്താ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നവ ഏതൊക്കെയാന്നുള്ളതും നിങ്ങൾ എന്താക്കുക, ഈ ചിത്രത്തിൽ നോക്കിയിട്ട് നിങ്ങൾ എന്താക്കുക അവിടെ എഴുതുക. കണ്ടോ, ഇതിൽ ഏതൊക്കെയാണ് ബേ ഓഫ് ബംഗാളിലേക്ക് എത്തിച്ചേരുന്നതും അറേബ്യൻ സീയിലേക്ക് ഈ ഭാഗത്ത് അല്ലെ. അപ്പൊ ഈ ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നതൊക്കെ എന്താണ് ഈ അറേബ്യൻ സീയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇങ്ങോട്ടേക്ക് ഇതാക്കിയിരിക്കുന്നതൊക്കെ എന്താണ് ബേ ഓഫ് ബംഗാളിലേക്കും എത്തിച്ചേരുന്നതാണ് അല്ലെ. ഓക്കെ, ദെൻ അടുത്തത് സോയിൽ ടൈപ്സ് ഓഫ് ഇന്ത്യ. ഇനി എന്താണ്, ഇപ്പൊ നമ്മൾ റിവേഴ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇനി എന്താണ് സോയിലിനെ കുറിച്ച് പഠിക്കുക അല്ലെ. നമുക്ക് ഇന്ത്യയിലുള്ള പല ടൈപ്പ് സോയിൽസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ സോയിൽസിനെ കുറിച്ച് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, you have learned the importance of soil in the previous chapter. Soil plays a considerable role in making India an agricultural country. Diverse soil types aid the growth of diverse crops. Observe the map figure 13.3 and identify the important soil types in India. എന്താണ്, മണ്ണിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ മുൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമായതിന് പിന്നിൽ എന്താണ് ഈ മണ്ണിനങ്ങൾക്ക് ഗണ്യമായ പങ്കുണ്ട് അല്ലെ, നല്ല റോൾ ഉണ്ട് അല്ലെ, കൺസിഡറബിൾ ആയിട്ടുള്ള റോൾ ഉണ്ട്. വൈവിധ്യമാർന്ന മണ്ണിനങ്ങൾ വ്യത്യസ്ത വിളകളുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്നു അല്ലെ. ഡൈവേഴ്സ് സോയിൽ ടൈപ്സ് എന്താണ് ഡൈവേഴ്സ് ക്രോപ്പിന്റെ ഗ്രോത്തിന് എന്താണ് സഹായമാകുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഈ ചിത്രം നോക്കൂ, മാപ്പ്, അത് എന്താ ചിത്രം 13.3 അല്ലെ. അതിൽ നോക്കിയിട്ട് എന്താണ് ഇന്ത്യയിലെ പ്രധാന ഈ സോയിൽ ടൈപ്സ് ഏതൊക്കെയാ നോക്കുക, മണ്ണിനങ്ങൾ ഏതൊക്കെയാ നോക്കുക, സോയിൽസ് നോക്കൂ. ഇതാണ് പച്ച അലൂവിയൽ സോയിൽ അല്ലെ, അലൂവിയൽ സോയിൽ. ഇത് ബ്ലാക്ക് സോയില്, പിന്നെ ഇത് ഡെസേർട്ട് സോയില്, ഇത് ലാറ്ററൈറ്റ് സോയില്, മൗണ്ടൈൻ സോയില്, റെഡ് സോയിൽ അല്ലെ. ചിത്രത്തിൽ കണ്ടില്ലേ നിങ്ങൾ പല കളേഴ്സും, ആ കളേഴ്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ, പല കളറുകളല്ലേ. ഈ ബ്ലാക്ക് ഏതാണ്, ബ്ലാക്ക് സോയിൽ ആണ്. ഗ്രീൻ ഏതാണ്, അലൂവിയൽ സോയിൽ അല്ലെ. അങ്ങനെ ഓരോന്നിനും ഓരോ ടൈപ്പ് ഉണ്ട് അല്ലെ. ഓക്കെ, ദെൻ അത് നിങ്ങൾ എഴുതുക കേട്ടോ, ഏതൊക്കെ സോയിലാണ് അവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് അല്ലെ, അതങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി ഇവിടെ. ഓക്കെ, ദ അലൂവിയൽ സോയിൽ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആൻഡ് ദ അതർ റിവർ വാലി ഇസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ വൺ. അലൂവിയൽ സോയിൽ, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലുള്ള അലൂവിയൽ സോയിലും പിന്നെന്താണ് ഈ മറ്റ് നദീതടങ്ങളിലെയും മണ്ണിനമായ അലൂവിയൽ സോയിലാണ് ഏറ്റവും എന്താണ് ഫെർട്ടൈൽ വൺ, ഏറ്റവും ഫലഭൂയിഷ്ഠമായത്. അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെയും എന്താണ് മറ്റ് നദീതടങ്ങളിലെയും മണ്ണിനമായ ഈ അലൂവിയൽ സോയിലാണ് എന്ത് ഏറ്റവും ഫലഭൂയിഷ്ഠമായത്. അവർ റിവർ വാലീസ് റിച്ച് ഇൻ അലൂവിയൽ സോയിൽ ഹാവ് ലോങ് ബീൻ എ ലഷ് അഗ്രികൾച്ചറൽ റീജിയൻ. എന്താണ് ഈ അലൂവിയൽ സോയിൽ നിറഞ്ഞ നമ്മുടെ നദീതടങ്ങൾ പണ്ട് മുതൽക്ക് തന്നെ സമൃദ്ധമായ ഒരു കാർഷിക മേഖലയാണ് അല്ലെ, ഒരു അഗ്രികൾച്ചറൽ റീജിയൻ ആണ്. ദ ബ്ലാക്ക് സോയിൽ, അഗ്രികൾച്ചറൽ റീജിയൻ എന്ന കൃഷി ചെയ്യുന്ന സ്ഥലം അല്ലെ. ദ ബ്ലാക്ക് സോയിൽ ഓഫ് ദ പെനിൻസുലർ പ്ലാറ്റ്യൂ ഈസ് ഐഡിയൽ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ, ഷുഗർ കെയിൻ എക്സെട്ര. എന്താണ് പെനിൻസുലർ പ്ലാറ്റ്യൂയിലുള്ള ഈ ബ്ലാക്ക് സോയിൽ എന്തിനൊക്കെയാണ് ഇതിന് വേണ്ടത്, കോട്ടൺ അല്ലെ, പരുത്തി, ഷുഗർ കെയിൻ, കരിമ്പ് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമാണ്. റെഡ് സോയിൽ ആൻഡ് ലാറ്ററൈറ്റ് സോയിൽ ആർ ദ അതർ ഇമ്പോർട്ടന്റ് ടൈപ്സ് ഓഫ് സോയിൽ ഇൻ ദ പ്ലാറ്റ്യൂ റീജിയൻ. എന്താണ് ഈ പ്ലാറ്റ്യൂ റീജിയനിലെ മറ്റ് പ്രധാന മണ്ണിനങ്ങളാണ് എന്ത്, റെഡ് സോയിലും ലാറ്ററൈറ്റ് സോയിലും അല്ലെ. Though less fertile, these soil types are used for agriculture by supplementing with manure. എന്താണ് ഈ ഫലപുഷ്ടി കുറഞ്ഞവയാണെങ്കിലും വളപ്രയോഗത്തിലൂടെ കൃഷിക്ക് എന്താണ് ഉപയുക്തമാക്കുന്നുണ്ട്. ഇത് ഫലപുഷ്ടി കുറവാണെങ്കിലും വളം കൊടുത്താൽ എന്താണ് നല്ല ഫലപുഷ്ടമാകുന്നുണ്ട്. Irrigation is essential for agriculture in the dry soil of Rajasthan desert. എന്താണ് രാജസ്ഥാൻ മരുഭൂമിയിലെ, രാജസ്ഥാൻ ഡെസേർട്ടിലെ മണ്ണിൽ ജലാംശം കുറവായതിനാൽ അവിടെ എന്താണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് എന്താണ് ജലം കൂടിയേ തീരുള്ളൂ അല്ലെ. ഇറിഗേഷൻ ആണ് അല്ലെ, ജലസേചനം കൂടിയേ തീരുള്ളൂ. മൗണ്ടൈൻ സോയിൽ ഈസ് എ സോയിൽ ഫൗണ്ട് ഇൻ ദ ഡെൻസ്ലി ഫോറസ്റ്റഡ് മൗണ്ടൈനിയസ് റീജിയൻസ്. എന്താ ഇറ്റ് ഈസ് റിച്ച് ഇൻ ഹ്യൂമസ് കണ്ടന്റ്. എന്താണ്
ഇവിടെ വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിലെ മണ്ണാണ് എന്ത് പർവ്വത മണ്ണ് അല്ലെ മൗണ്ടൈനേജസ് റീജിയൻസ് മൗണ്ടൈൻ സോയിൽ എന്ന് പറയുന്നത് എന്താണ് മൗണ്ടൈനിലുള്ള മണ്ണാണ് മൗണ്ടൈൻ സോയിൽ അല്ലെ ഇറ്റ് ഈസ് റിച്ച് ഇൻ ഹ്യൂമസ് കണ്ടന്റ് ഇതെന്താണ് ഈ മണ്ണിൽ ജൈവാംശം കൂടുതലാണ് അല്ലെ ഹ്യൂമസ് കണ്ടന്റ് കൂടുതലാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്ലൈമറ്റ് ആണ് കേട്ടോ ക്ലൈമറ്റ് എന്താ കാലാവസ്ഥ അല്ലെ കാലാവസ്ഥയിൽ എന്താണ് നമുക്ക് പല കാലാവസ്ഥയാണ് അല്ലെ നോക്കാം നമുക്ക് climate of India is diverse. Cherrapunji, which records the world's highest rainfall, is in India. എന്താണ് ഇന്ത്യയിലെ ക്ലൈമറ്റിൽ ഏറെ വൈവിധ്യങ്ങളുണ്ട് അല്ലെ പല ഡൈവേഴ്സും ഉണ്ട് അല്ലെ ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്നത് എവിടെയാണ് ഈ ചിറാപുഞ്ചി ഇന്ത്യയിലാണ് അല്ലെ പിന്നെ ഡൽഹി shivers under a chilling cold of around 0 degrees Celsius during winter. It also experienced a burning heat of above 40 degrees Celsius at the peak of summer. കണ്ടോ ഈ ഡൽഹിയിൽ തണുപ്പ് കാലത്ത് ഡൽഹിയിൽ 0 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്ത് തണുത്ത് വിറയ്ക്കുമ്പോൾ വേനലിന്റെ പാരമ്യത്തിൽ എന്താ 40 ഡിഗ്രി സെൽഷ്യസിന് മേൽ ചുട്ടുപൊള്ളു അല്ലെ ഡൽഹിയിൽ അങ്ങനെയാ വരുന്നത് അല്ലെ ഈ തണുപ്പ് കാലത്താണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും തണുത്ത് വിറയ്ക്കുമ്പോൾ എന്താണ് ഭയങ്കര വേനലിന്റെ ടൈം 40 ഡിഗ്രി സെൽഷ്യസിന് മേലെ എന്താ വേനൽക്കാലത്ത് അവിടെ ഉണ്ടാവുക അല്ലെ അങ്ങനെ ചുട്ടുപൊള്ളുന്നതായിരിക്കും ഡ്യൂറിംഗ് വിന്റർ ദ ടെമ്പറേച്ചർ ഇൻ കാർഗിൽ ആൻഡ് ഡ്രാസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഫാൾസ് as low as -40 degrees Celsius. In spite of such diversities, the climate of India is generally known as tropical monsoon climate. എന്താണ് പറയുന്നത് കാശ്മീരിലെ കാർഗിൽ ദ്രാസ് എന്നിവിടങ്ങളിൽ എന്താണ് തണുപ്പ് കാലത്ത് താപനില -40 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് ഈ ഡൈവേഴ്സിറ്റി നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ കാലാവസ്ഥ എന്താണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇങ്ങനെയൊക്കെ കാലാവസ്ഥ ഉണ്ടെങ്കിലും എന്താണ് ഇത് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്നാണ് അറിയപ്പെടുക അല്ലെ ഇങ്ങനെയൊക്കെ കാലാവസ്ഥ എന്താണ് തണുപ്പ് കാലത്ത് ചില ഡൽഹിയിൽ എന്താണ് ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് ഇന്ത്യയിൽ തന്നെ കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഇന്ത്യയിൽ നല്ല ലോകത്ത് തന്നെ അല്ലെ വേൾഡ് ഹയസ്റ്റ് റെയിൻഫാൾ എവിടെയാണ് ലോകത്ത് തന്നെ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്നത് ചിറാപുഞ്ചി ഇന്ത്യയിൽ അല്ലെ അപ്പൊ ഇന്ത്യയിലുള്ള ചിറാപുഞ്ചിയിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത് പിന്നെ ഡൽഹിയിലാണെങ്കിലോ തണുപ്പ് കാലത്താണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസും പിന്നെ അതുപോലെ സമ്മറിൽ ചൂടുകാലത്താണെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസും ആണ് എന്ത് അവിടെ എന്താണ് ഈ ക്ലൈമറ്റ് വരുന്നത് അല്ലെ അപ്പൊ നോക്കൂ നമ്മൾ AC ഒക്കെ ഇടുകയാണെങ്കിൽ നമ്മളത് 16 അല്ലെ ചിലര് 18 ഇടുക ചിലര് 14 പോയാൽ തണുത്ത് വിറയ്ക്കും അല്ലെ പിന്നെ തീരെ താഴോട്ടേക്കൊന്നും പോകില്ല AC ഒക്കെ നമ്മൾ മിനിമം വെച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ 18 അല്ലെങ്കിൽ 16 അത്രേ വെക്കുള്ളൂ അത്രയും ഭയങ്കര തണുപ്പാണ് അപ്പൊ ഈ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒക്കെ ആകുമ്പോ എന്താ സ്ഥിതി അല്ലെ 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങും നമ്മളൊക്കെ പിന്നെ 9 ഒന്നും പോകില്ല ആരും അപ്പൊ നമ്മൾ വെക്കല് സാധാരണ എത്രയാണ് ഈ 16 വെക്കുക അല്ലെ ചിലര് 18 വെക്കും അപ്പൊ എന്താണ് അപ്പൊ ആ ഇതിലാണ് 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിക്കുക അപ്പൊ അത്രയും തണുപ്പാണ് എന്ത് ഡൽഹിയിൽ ഈ വിന്ററിൽ പക്ഷെ ഈ സമ്മറിലാണെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് അല്ലെ പിന്നെ അതുപോലെ എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ ഈ കാശ്മീരിലെ കാർഗിലും ദ്രാസ് എന്നിവിടെ എന്താണ് തണുപ്പ് കാലത്ത് -40 ഡിഗ്രി സെൽഷ്യസ് ആ വരുന്നത് 0 കഴിഞ്ഞ് താഴോട്ടിലെ -1 -2 -3 കഴിഞ്ഞ് -40 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് ഈ ഡൈവേഴ്സിറ്റീസ് ഒക്കെ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ കാലാവസ്ഥ എങ്ങനെ പറയുന്നത് tropical monsoon climate എന്നാ പറയുന്നത് അല്ലെ ഇന്ത്യ എന്താണ് 3 distinct seasons are identified in India ഇന്ത്യയിൽ പൊതുവെ എന്താണ് 3 വ്യത്യസ്ത കാലങ്ങൾ അനുഭവപ്പെടുന്നു എന്തൊക്കെയാണ് സമ്മർ സീസൺ അല്ലെ ഉഷ്ണകാലം ദ വിന്റർ സീസൺ ശൈത്യകാലം തണുപ്പുകാലം ദ റെയിനി സീസൺ എന്താണ് മഴക്കാലം അല്ലെ ഈ 3 കാലാവസ്ഥ എന്താണ് സീസൺ ആയിട്ടാണ് ഈ 3 distinct season ആണ് ഇന്ത്യയിൽ കാണുന്നത് ഓക്കെ ഇനി എന്താണ് ഇത് സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ നോക്കാം ഉഷ്ണകാലം അല്ലെ the summer season in India is experienced from March to May during this period North India experiences severe heat summer is mild along the coast of South India owing to its proximity to the sea generally the whole of India experiences drought during this period though isolated summer rains are experienced in some regions എന്താണ് മാർച്ച് മുതൽ മെയ് വരെ മാർച്ച് ടു മെയ് വരെയാണ് ഇന്ത്യയിൽ ഈ സമ്മർ സീസൺ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഈ കാലയളവിൽ നോർത്ത് ഇന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നു നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ഹീറ്റ് ആയിരിക്കും പിന്നെയോ
സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയുടെ തീരപ്രദേശങ്ങൾ എന്താണ് സമുദ്ര സാമീപ്യം ഉള്ളതിനാൽ എന്താണ് ഈ ചൂട് കൂടാറില്ല അല്ലെ, കഠിനമാകാറില്ല. ഈ കാലയളവിൽ ഇന്ത്യയിൽ പൊതുവെ എന്താണ് വരൾച്ച അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. ദ ഹോൾ ഇന്ത്യ എക്സ്പീരിയൻസ് ഡ്രൗട്ട് അല്ലെ, വരൾച്ച അനുഭവപ്പെടുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട വേനൽ മഴ ലഭിക്കാറുണ്ട്. ചില സ്ഥലത്ത് എന്താണ് ഒറ്റപ്പെട്ട വേനൽ മഴയും ലഭിക്കാറുണ്ട്. അപ്പൊ സമ്മർ സീസൺ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാർച്ച് ടു മെയ് വരെയാണ്. പിന്നെന്താണ് നോർത്ത് ഇന്ത്യയിൽ എന്താണ് ഭയങ്കര ചൂടായിരിക്കും അല്ലെ. ഈ കാലയളവിൽ എന്താ നോർത്ത് ഇന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നു. പിന്നെന്താണ് ഈ സൗത്ത് ഇന്ത്യയിൽ എന്താണ് തീരപ്രദേശങ്ങൾ അല്ലെ, സൗത്ത് ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ എന്താണ് ഈ എന്താണ് സീകളൊക്കെ ഉണ്ടായതുകൊണ്ട് സമുദ്ര സാമീപ്യം ഉള്ളതിനാൽ എന്താണ് അധികം ചൂട് കഠിനമാകാറില്ല അല്ലെ. ഈ കാലയളവിൽ ഇന്ത്യയിൽ പൊതുവെ എന്താണ് വരൾച്ച അനുഭവപ്പെടുന്നുണ്ട്, ഡ്രൗട്ട് അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. ചിലയിടങ്ങളിൽ എന്താണ് ഒറ്റപ്പെട്ട മഴയ്ക്കും വേനൽ മഴ ലഭിക്കാറുണ്ട്. ഓക്കെ, ദെൻ അപ്പൊ അടുത്ത എന്താണ് ഡ്രൗട്ട് എ നാച്ചുറൽ ഡിസാസ്റ്റർ. ഡ്രൗട്ട് എ നാച്ചുറൽ ഡിസാസ്റ്റർ, വരൾച്ച എന്ന പ്രകൃതി ദുരന്തം അല്ലെ. ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച അല്ലെ, വെള്ളം ഇല്ലാത്തൊരു അവസ്ഥ അല്ലെ. ഡ്രൗട്ട് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് സിവിയർ വാട്ടർ സ്കാർസിറ്റി ഡ്യൂ ടു ഐദർ ദ ലാക്ക് ഓഫ് റെയിൻ ഓർ ഓവർ exploitation of water. It is estimated that 1/3 of India is drought affected. The severity of this disaster, which cause crop failure, scarcity of potable water, etc., can be reduced by linking water-rich rivers with water-deficiency rivers of the dry regions, cultivating drought-resistant crops, promoting rainwater harvesting. അല്ലെ, എന്താ ഇവിടെ പറയുന്ന മക്കളെ, ഈ ഡ്രൗട്ട് അല്ലെ വരൾച്ച എന്താണ് കുറഞ്ഞ മഴയോ ജലത്തിന്റെ അമിത ചൂഷണമോ കാരണം കടുത്ത ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന സാഹചര്യമാണ് എന്ത് ഡ്രൗട്ട് അല്ലെ, വരൾച്ച. ഇന്ത്യയിൽ ഏകദേശം 1/3 പ്രദേശങ്ങൾ എന്താണ് ഈ വരൾച്ച ബാധിതമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെന്താണ് ഈ ക്രോപ്പ് ഫെയിലിയർ എന്താണ് വിളനാശം, പിന്നെന്താണ് സെവിയറിറ്റി, പിന്നെ സ്കാർസിറ്റി ഓഫ് പോർട്ടബിൾ വാട്ടർ അല്ലെ, എന്താണ് ശുദ്ധജല ദൗർലഭ്യം തുടങ്ങിയ ദുരവസ്ഥകൾക്ക് കാരണമാകുന്ന ഈ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് നോക്കിയേ. എന്തൊക്കെയാണ് ചെയ്യാനാകുക? ജലസമൃദ്ധമായ നദികളെ വരണ്ട പ്രദേശങ്ങളിലെ നദികളുമായി ബന്ധിപ്പിക്കുക അല്ലെ, ലിങ്കിങ് വാട്ടർ റിച്ച് റിവേഴ്സ് വിത്ത് വാട്ടർ ഡെഫിഷ്യന്റ് റിവേഴ്സ് ഓഫ് ദ ഡ്രൈ റീജിയൻ. എന്താണ് ജലസമൃദ്ധമായ നദികളെ, കുറേ വെള്ളമുള്ള നദി പുഴേനൊക്കെ എന്താണ് ഈ വരണ്ട പ്രദേശങ്ങളിലെ ഈ നദികളുമായി ബന്ധിപ്പിക്കുക. പിന്നെ കൾട്ടിവേറ്റിംഗ് ഡ്രൗട്ട് റെസിസ്റ്റന്റ് ക്രോപ്സ്, പിന്നെന്താണ് ഈ വരൾച്ചയെ അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യുക. എന്താണ് വരൾച്ചയെ അതിജീവിക്കുന്ന അല്ലെ, വെള്ളം കുറവുള്ള ക്രോപ്സ് ഒക്കെ എന്താക്കുക കൃഷി ചെയ്യുക. പിന്നെ പ്രൊമോട്ടിംഗ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, പിന്നെന്താ മഴവെള്ള കൊയ്ത്ത് നടപ്പിലാക്കുക അല്ലെ, ഇതൊക്കെ ചെയ്യുക അവിടെ. പിന്നെ ദ വിന്റർ സീസൺ. അപ്പൊ എന്താ വിന്റർ സീസൺ അല്ലെ, വിന്റർ സീസൺ ഇൻ ഇന്ത്യ ഈസ് എക്സ്പീരിയൻസ്ഡ് ഫ്രം ഡിസംബർ ടു ഫെബ്രുവരി. During this period, North India experiences severe cold and snowfall occur along the Himalayan mountain ranges. എന്താ ഇവിടെ പറയുന്നത്, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിൽ എന്താണ് വിന്റർ സീസൺ അല്ലെ, ശൈത്യകാലം അനുഭവപ്പെടുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന ഈ കാലത്ത് എന്താണ് ഹിമാലയ പർവ്വത നിരകളിൽ മഞ്ഞുവീഴ്ചയുണ്ടാകാറുണ്ട്. പൊതുവെ വരണ്ട അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ ശൈത്യകാലത്ത് എന്താണ് though generally the atmosphere rains dry rainfall occurs in Punjab and surrounding regions during this period. It is ideal for wheat cultivation compared to North India. Winter is mild in South India. എന്താണ് ഇവിടെ പറയുന്നത്, ഈ പൊതുവെ വരണ്ട അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ തണുപ്പ് കാലത്ത് പഞ്ചാബിലും പരിസര പ്രദേശങ്ങളിലും എന്താണ് മഴ ഉണ്ടാകാറുണ്ട്. ഇത് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. പിന്നെന്താണ് നോർത്ത് ഇന്ത്യയില് അപേക്ഷിച്ച് സൗത്ത് ഇന്ത്യയിൽ എന്താണ് ശൈത്യത്തിന്റെ കാഠിന്യം കുറവാണ്. ഓക്കെ, ഈ നോർത്ത് ഇന്ത്യനെ അപേക്ഷിച്ച് സൗത്ത് ഇന്ത്യയിൽ എന്താണ് തണുപ്പിന്റെ കാഠിന്യം കുറവാണ്. എ വിന്റർ സീൻ ഇൻ നോർത്ത് ഇന്ത്യ, എന്താണ് നോർത്ത് ഇന്ത്യയിലെ ഒരു ശൈത്യകാല ദൃശ്യമാണ് അല്ലെ, വിന്റർ സീനാണ് ഈ ചിത്രത്തിൽ കാണുന്നത്, കണ്ടില്ലേ. അപ്പൊ എന്താണ് പറയുന്നത്, നോർത്ത് ഇന്ത്യനെ അപേക്ഷിച്ച് സൗത്ത് ഇന്ത്യയിൽ എന്താണ് കുറവാണ് ഈ ഇതിന്റെ വിന്റർ സീസണിന്റെ ഈ തണുപ്പ് കുറവാണ് അല്ലെ സൗത്ത് ഇന്ത്യയിൽ. ഓക്കെ, ദ റെയിനി സീസൺ, അടുത്ത എന്താണ് മഴക്കാലം. ഓക്കെ, there are 2 rainy seasons in India. എന്താണ് ഇന്ത്യയിൽ 2 മഴക്കാലങ്ങളാണുള്ളത് അല്ലെ. The first one is from June to September. ആദ്യത്തേത് എന്താ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്.
During this season, the mountain ranges block the moisture-laden winds blowing from the Indian Ocean and cause widespread rain all along the western coast, the northeastern states, and along the foothills of the Himalayas. This period is known as southwest monsoon season. Is the rainiest period in India. എന്താ അവിടെ പറയുന്നത് നോക്കിയേ. എന്താണ് ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് എന്താണ് ഇതിൽ ആദ്യത്തേത് അല്ലെ. ഇക്കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഈർപ്പം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റുകളെ ഈ മൗണ്ടൈൻ റേഞ്ചസ് തടഞ്ഞു നിർത്തുന്നതിനാൽ പടിഞ്ഞാറൻ തീരത്തും പിന്നെ അതുപോലെ എന്താണ് വടക്ക് കിഴക്കൻ സ്റ്റേറ്റ്സിലും എന്താണ് ഹിമാലയത്തിന്റെ അടിവാര മേഖലകളിലും ധാരാളം മഴ ലഭിക്കുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് അറിയപ്പെടുന്നതിന് എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നും ഈ ടൈമിന് അറിയപ്പെടുന്നുണ്ട് അല്ലെ. ഇക്കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഈ ടൈമിലാണ് കൂടുതൽ മഴ ഇന്ത്യയിൽ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സൗത്ത് ജൂൺ ടു സെപ്റ്റംബറിലാണ് ഫസ്റ്റ് അല്ലെ. രണ്ട് റെയിനി സീസൺ ആണ്. അതിൽ ആദ്യത്തെ റെയിനി സീസൺ എന്താണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഈ സീസണിൽ എന്താണ് ഈ മൗണ്ടൈൻ റേഞ്ചസ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് മോയ്സ്ചർ ലാഡൻ വിൻസിനെ അല്ലെ, ബ്ലോയിങ് ഫ്രം ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് കോസ് വൈഡ് സ്പ്രെഡ് റെയിൻ ഓൾ അലോങ് ദ വെസ്റ്റേൺ കോസ്റ്റ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആൻഡ് അലോങ് ദ ഫുഡ് ഹിൽസ് ഓഫ് ദ ഹിമാലയാസ്. ഇവിടങ്ങളിലൊക്കെ നല്ലോണം മഴ പെയ്യും അല്ലെ. ഈ പീരീഡിനെയാണ് ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. ഇതാണ് എന്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ കാലത്താണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, അതിന് ശേഷം ഒരു ഷോർട്ട് ബ്രേക്കിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം റെയിനി സീസൺ ഈസ് ബാക്ക് ഫ്രം ഒക്ടോബർ ടു നവംബർ. റെയിനി സീസൺ എന്താക്കുക വീണ്ടും തിരിച്ചു വരും അല്ലെ, ഒക്ടോബർ മുതൽ നവംബർ വരെ. ഡ്യൂറിങ് ദിസ് പീരീഡ് നോൺ ആസ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. ഈ പീരീഡിനെ പറയുന്നത് എന്താണ് ഈ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് വീണ്ടും മഴയുടെ കാലം അല്ലെ. ഈ ഡ്യൂറിങ് ദിസ് പീരീഡ് ഈ പീരീഡിനെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്നും പറയപ്പെടുന്നു. The eastern coast of India receives the highest amount of rainfall, especially along the Tamil Nadu and the Andhra coast. Kerala also receives these rains. എന്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നുണ്ട് അല്ലെ. പിന്നെന്താണ് പറയുന്നത് കാര്യം അറിയപ്പെടുന്നുണ്ട്. പിന്നെന്താണ് ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എന്താണ് ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിലാണ്. ഏറ്റവും കൂടുതൽ ഈ കാലത്ത് ഈ ടൈമിൽ രണ്ടാമത്തെ ഈ സീസണിൽ എന്താണ് ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിലാണ് എന്ത് കൂടുതൽ മഴ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിലൊക്കെ അല്ലെ. കേരളത്തിലും ഈ മഴ ലഭിക്കുന്നുണ്ട് ഈ ടൈമിൽ അല്ലെ. നമുക്കും കിട്ടുന്നില്ല ഈ മഴ അല്ല കിട്ടുന്നുണ്ട് അല്ലെ. ഇനി നോക്കിയേ ഇവിടെ ചിറാപുഞ്ചി നമ്മൾ പറഞ്ഞല്ലേ എന്താണ് ലോകത്തിലെ ഏറ്റവും മഴ കിട്ടുന്ന സ്ഥലം ഏതാന്ന് വെച്ചാൽ ചിറാപുഞ്ചി. അത് ഇന്ത്യയിലാന്ന് പറഞ്ഞല്ലേ. where rain never ends. അവിടെ എന്താണ് മഴ നിൽക്കുന്നില്ല അല്ലെ. മഴ ഒഴിയാത്ത ചിറാപുഞ്ചി is a village located in the southern slope of a Kashi hills in Meghalaya. ഇതെവിടെയാണ് മേഘാലയത്തിലെ ഖാസി കുന്നുകളുടെ തെക്കേ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് എന്ത് ചിറാപുഞ്ചി. ഓൾസോ നോൺ ആസ് സോറ. ചിറാപുഞ്ചി is the rainiest region in the world അല്ലെ. ലോകത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് അംഗീകരിക്കപ്പെട്ടുള്ള ഈ ചിറാപുഞ്ചിക്ക് എന്താ സഹറ എന്ന കൂടി പേരുണ്ട് അല്ലെ. ചിറാപുഞ്ചിക്ക് സഹറ എന്നുള്ള പേരും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ റെയിനി സീസൺ രണ്ട് റെയിനി സീസൺ ആണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഫസ്റ്റത്തെ ജൂൺ ടു സെപ്റ്റംബറും പിന്നെ രണ്ടാമത്തത് എന്താണ് ഒക്ടോബർ ടു നവംബറിലുമാണ് പെയ്യുന്നത് അല്ലെ. എന്താണ് പിന്നെ പറയുന്നത് എന്താണ് ഇവിടെ ഈ ഈസ്റ്റേൺ കോസ്റ്റിലാണ് കൂടുതൽ ഈ രണ്ടാമത്തെ ഒക്ടോബർ ടു നവംബറിലുള്ളതിൽ ഈസ്റ്റേൺ കോസ്റ്റിലാണ് അധികവും മഴ ലഭിക്കുന്നത്. അത് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലൊക്കെ കൂടുതലായി ലഭിക്കുന്നുണ്ട്. കേരളത്തിലും അത് കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ when the flood threatens. ഇനി എന്താണ് ഫ്ലഡ് അല്ലെ. ഫ്ലഡ് പറഞ്ഞാൽ ഡ്രൗട്ട് പറഞ്ഞാൽ എന്താണ് ഡ്രൗട്ട് പറഞ്ഞാല് വരൾച്ച അല്ലെ. വെള്ളം ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ ഫ്ലഡ് എന്ന് പറഞ്ഞാലോ വെള്ളപ്പൊക്കം അല്ലെ. അപ്പൊ വെള്ളപ്പൊക്കം ഭീഷണിയാകുമ്പോൾ അല്ലെ ഫ്ലഡ് FLOOD ഫ്ലഡ് എന്താണ് വെള്ളപ്പൊക്കം. ഓക്കെ, the flood occurring in different parts of the country during the rainy season is a threat to both human life and agricultural land. The causes for flood in India are the heavy rains during monsoons, construction of houses on the river banks, and the reclamation of paddy field. The precautionary steps and measures adopted to check and to reduce the damage to life and property caused by this natural disaster are construction of dams, afforestation, discouraging large-scale construction in the upper course of rivers, relocating people from the flood-affected region, establishing early warning
സിസ്റ്റംസ്. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഈ വെള്ളപ്പൊക്കം ഭീഷണിയാകുമ്പോൾ എന്നുള്ളതാണ് അല്ലെ. മഴക്കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന വെള്ളപ്പൊക്കം കൃഷിയിടങ്ങൾക്കും മനുഷ്യവാസ സ്ഥലങ്ങൾക്കും ഭീഷണിയാണ് അല്ലെ. മൺസൂൺ കാലത്തെ അതിവർഷം നദീതീരങ്ങൾ കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. മൺസൂൺ കാലത്തെ ഈ അതിവർഷം എന്താ? നദീതീരങ്ങളൊക്കെ എന്താണ്? അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ്. പിന്നെ വയലുകൾ മണ്ണിട്ട് നികത്തുന്നത് എന്നിവ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് കാരണങ്ങളാണ് അല്ലെ. ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ കാരണം എന്താണ്? മെയിനായിട്ട് ഈ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഓൺ ദ റിവർ ബാങ്ക്, പിന്നെ റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ് അല്ലെ, അതിന്റെയൊക്കെ കാരണങ്ങളാണ്. ഓക്കെ, വയലുകൾ മണ്ണിട്ട് നികത്തുന്നതും പിന്നെന്താണ് ഈ നദീതീരങ്ങൾ കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനൊക്കെ ഈ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുണ്ട്. ജീവനും സ്വത്തിനും കനത്ത നാശം വിതയ്ക്കുന്ന ഈ പ്രകൃതി ദുരന്തത്തെ തടയാനും അപകട തീവ്രത കുറയ്ക്കാനുമായി സ്വീകരിച്ചിട്ടുള്ള നടപടികളാണ് ഈ തന്നിരിക്കുന്ന ഈ 5 പോയിന്റ്. എന്താണ്? ഈ പ്രകൃതി ദുരന്തത്തെ തടയാനും അപകട തീവ്രത കുറയ്ക്കാനുമായി സ്വീകരിച്ചിട്ടുള്ള നടപടികളാണ് ഇതൊക്കെ അല്ലെ. കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ഡാമുകൾ നിർമ്മിക്കുക. അഫോറസ്റ്റേഷൻ, വനവൽക്കരണം അല്ലെ, മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഫോറസ്റ്റ് ആക്കുക. പിന്നെ ഡിസ്കറേജിങ് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ ഇൻ ദ അപ്പർ കോഴ്സ് ഓഫ് റിവേഴ്സ്. എന്താണ്? നദികളുടെ അപ്പർ കേസിൽ ഉപരിഘട്ടങ്ങളിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക. പിന്നെ റീലൊക്കേറ്റിംഗ് പീപ്പിൾ ഫ്രം ദ ഫ്ലഡ് എഫക്റ്റഡ് റീജിയൻസ്, പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കുക. പിന്നെ എസ്റ്റാബ്ലിഷിംഗ് ഏർലി വാർണിംഗ് സിസ്റ്റംസ്, പിന്നെന്താ പറയുന്നത്? തീരങ്ങളിൽ അപകട മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. ഇതൊക്കെയാണ് എന്ത്? നമ്മൾ ഈ പ്രകൃതി ദുരന്തത്തെ തടയാനും അപകട തീവ്രത കുറയ്ക്കാനുമായി സ്വീകരിച്ച നടപടികൾ. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ എന്താണ് ഈ 3 ഇത് പഠിച്ചു അല്ലെ. എന്തൊക്കെയാണ്? റെയിനി സീസണും വിന്റർ സീസണും പിന്നെ സമ്മർ സീസൺ അല്ലെ. സമ്മർ സീസൺ എന്നാന്ന് പറഞ്ഞില്ലേ? മാർച്ച് ടു മെയ്യിലാണ് സമ്മർ സീസൺ. പിന്നെ എന്താ വിന്റർ സീസൺ പറയുന്നത് എന്താണ്? ഡിസംബർ ടു ഫെബ്രുവരിയിലാണ് എന്ത്? വിന്റർ സീസൺ. പിന്നെ റെയിനി സീസൺ 2 റെയിനി സീസൺ ഉണ്ട്. ഒന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും രണ്ടാമത്തത് ഒക്ടോബർ ടു നവംബർ വരെയും അല്ലെ. ഇതൊക്കെയാണ് ഇപ്പൊ പഠിച്ചത് അല്ലെ. ഇനി നോക്കൂ, നാച്ചുറൽ വെജിറ്റേഷൻസ് ആൻഡ് ആനിമൽ ഡൈവേഴ്സിറ്റി. എന്താണ് ഇവിടെ പറയുന്നത്? നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെ, നൈസർഗിക സസ്യജാലങ്ങളും ജന്തു വൈവിധ്യവും അല്ലെ. Haven't you noticed the features of the trees in the background of the picture of the Kashmiri rural house depicted in the chapter? ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ എന്താണ്? പാഠഭാഗത്ത് നൽകിയിട്ടുള്ള കാശ്മീരിലെ ഒരു ഗ്രാമത്തിലെ വീടിന്റെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുന്ന മരങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിച്ചില്ലേ? ആ ചിത്രത്തിലുണ്ട് അല്ലെ. They are coniferous trees. എന്താണ് ഇവ? എന്താണ്? സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണിവ. They are coniferous trees. Compare the shape of these trees with that of the trees in your locality. നാട്ടിലെ മരങ്ങളുടെ ആകൃതിയുമായി ചിത്രത്തിൽ കാണുന്ന മരങ്ങളെ താരതമ്യം ചെയ്യുക. ഏതാണ് ആ ചിത്രം? നോക്കിയേ. എന്താണ് നമ്മളെ ഫസ്റ്റിൽ തന്നെ എന്താണ്? ഹിമാചൽ പ്രദേശത്തുള്ള അതിന്റെ ബാക്കിലുള്ള ഇതിലെ വീട് ഏതായിരുന്നു പറഞ്ഞിരുന്നത്? ഫസ്റ്റിൽ തന്നെ ചാപ്റ്ററിന്റെ ഫസ്റ്റിലാ പറഞ്ഞിരുന്നത് അല്ലെ. ഏതാ? ഇതെല്ലാം ഈ വീടില് കണ്ടോ? ഇതൊക്കെ എന്താ? കോണിഫറസ് ട്രീസ് ആണ് അല്ലെ. നമ്മളുടെ മരങ്ങൾ ഇങ്ങനെയാണോ? നമ്മളുടെ ചില്ലകളൊക്കെ വിടർന്ന് കുറേ ഇതല്ലേ. പക്ഷെ ഇവിടുത്തെ മരങ്ങൾ നോക്കിയാൽ അതാ കോണായിട്ട് വരുന്ന അല്ലെ. ഇതാണ് കോണിഫറസ് ട്രീസ് അല്ലെ. ഓക്കെ, അപ്പം ആ മരങ്ങളും നമ്മളെ നാട്ടിലെ മരങ്ങളുമായിട്ട് എന്താണ് ഒന്ന് താരതമ്യം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്മളെ നാട്ടിലത്തെ മരങ്ങളെ പോലെയാണോ ആ മരങ്ങള്? അല്ല അല്ലെ. നമ്മളെ നാട്ടിലത്തെ മരങ്ങളൊക്കെ എന്താ? ചില്ലകളിലും നിറച്ചും ഇലകളൊക്കെ ആയിട്ടുള്ളത് അല്ലെ. ഇതാണെങ്കിൽ ഒരു കോണാകൃതിയിലുള്ള ഒരു മരങ്ങളാണ് അല്ലെ. ഓക്കെ, ദെൻ compare the shape of these trees with that of the trees in your locality. Okay, the types of plant species that grow in accordance with the physical characteristics of an area such as physiography, climate and soil types are its natural vegetation. Animal species also exhibit diversity in accordance with the climate. എന്താണ്? ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, എന്താണ്? ഫിസിയോഗ്രഫി, പിന്നെന്താണ്? ക്ലൈമറ്റ്, കാലാവസ്ഥ, പിന്നെ സോയിൽ ടൈപ്പ്, മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്ക് അനുസൃതമായി അവിടെ വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങളാണ് എന്ത്? നൈസർഗിക സസ്യജാലങ്ങൾ. എന്താണ് ഈ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്? എന്താണ് പറഞ്ഞത് ടീച്ചർ? ഒന്നുകൂടി പറഞ്ഞ. ഒരു പ്രദേശത്തെ ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, സോയിൽ ടൈപ്സ് എന്നീ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്കിന് അനുസൃതമായി അവിടെ വളരുന്ന എന്താണ് ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് സ്പീഷീസ് ആണ് എന്ത്? നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ആനിമൽ സ്പീഷീസ് ഓൾസോ എക്സിബിറ്റ് ഡൈവേഴ്സിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്ലൈമറ്റ്. എന്താണ്? കാലാവസ്ഥയ്ക്ക് അനുസൃതമായി എന്താണ് ഈ ആനിമൽസിനും എന്താണ് ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ് us examine the various natural vegetation and animal life of India. എന്താണ് ഇന്ത്യയിലെ വിവിധ
നാച്ചുറൽ വെജിറ്റേഷൻസും അതുപോലെ അവിടെ കാണപ്പെടുന്ന ജന്തുജാലങ്ങളെയും നമുക്ക് എന്താക്കാം, ഈ ആനിമൽ ലൈഫിനെ ഒന്ന് നമുക്ക് എന്താക്കാം, പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ എന്താണ് നോക്കാം നമുക്ക്. എന്താ ഫസ്റ്റ് പറഞ്ഞേ? The tropical evergreen forest. എന്താണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അല്ലെ. The evergreen forest exists along the western Ghats and the northeastern states where there is high annual rainfall. Lion-tailed macaque, പിന്നെന്താണ് different types of snakes, a variety of insects and different species of butterflies including the atlas moth, the world's biggest moth, are found in this forest. അപ്പൊ ഇവിടെ എന്തൊക്കെ കാണുന്നത്? എന്താണ്? വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള ഈ വെസ്റ്റേൺ ഗാറ്റ്സില് എന്താണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് എന്ത് ഈ എന്താണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. എന്താണ് വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള ഈ പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് എന്ത് നിത്യഹരിത സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങ്, എന്താ ലയൺ ടൈൽഡ് മൊക്കാക്ക്, പിന്നെന്താണ് പലതരം പാമ്പുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്നേക്സ്, പിന്നെന്താണ് വെറൈറ്റി ഓഫ് ഇൻസെക്ട്, വിവിധ ഇനം ഷഡ്പദങ്ങൾ, പിന്നെന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് അല്ലെ, ഏറ്റവും വലിയ വേൾഡ് ബിഗസ്റ്റ് മോത്ത് ആണ് എന്ത് ഈ അറ്റ്ലസ് മോത്ത് അല്ലെ, അതിനെയും ആർ ഫൗണ്ട് ഇൻ ദിസ് ഫോറസ്റ്റ് അല്ലെ. അതിനെയൊക്കെ എന്താണ് ഉൾപ്പെടെ നിരവധി ശലഭ ഇനങ്ങൾ എന്നിവയൊക്കെ എന്താണ് ഈ കാടുകളിലുണ്ട് അല്ലെ. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള ഈ വെസ്റ്റേൺ ഗാറ്റ്സിലും പിന്നെന്താണ് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുമാണ് എന്ത് എവർഗ്രീൻ ഫോറസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ് സിംഹവാലൻ കുരങ്ങും പലതരം പാമ്പുകളും വിവിധ ഇനം ഷഡ്പദങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് എന്നിവ ഉൾപ്പെടെ നിരവധി ശലഭ ഇനങ്ങൾ എന്നിവ എന്താണ് ഈ കാടുകളിലുണ്ട്. ഓക്കെ, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ ഇട്ട് അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ടീച്ചർ വീണ്ടും പറഞ്ഞു തരുന്നത്. അടുത്തത് ഡെസിഡിയസ് ഫോറസ്റ്റ്. എന്താണ് ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാല്? എന്താണ് ഇല പൊഴിയും കാടുകൾ അല്ലെ. ഡെസിഡിയസ് ഫോറസ്റ്റ് ഗ്രോ ഇൻ ഏരിയാസ് where only seasonal rainfall is available. It forms the major natural vegetation in the Indian peninsula. Different varieties of deer, hare, peacock, hornbill, several other species of birds, Indian gork, elephant, tiger, leopard and the like are found in this forest which have a wide variety of animals. എന്താണ് കാലികമായി മാത്രം മഴ പെയ്യുന്ന കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇല പൊഴിയും കാടുകൾ കാണപ്പെടുന്നു. ഇന്ത്യൻ ഉപദ്വീപിലെ ഇന്ത്യൻ പെനിൻസുലയിലെ കൂടുതൽ പ്രദേശങ്ങളിൽ എന്താണ് ഇല പൊഴിയും കാടുകളാണുള്ളത് അല്ലെ. പല ജാതി മാനുകളുണ്ട്, മുയല്, മയില്, വേഴാമ്പൽ അല്ലെ, പിന്നെന്താ ഉള്ളത് മറ്റ് പലതരം പക്ഷികൾ, പിന്നെ കാട്ടുപോത്ത്, ആന, കടുവ, പുലി എന്നിങ്ങനെ ജന്തു വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള വനങ്ങളാണ് ഇത് ഡെസിഡിയസ് ഫോറസ്റ്റ്. ഓക്കെ, ദെൻ അടുത്ത എന്താണ് ട്രോപ്പിക്കൽ തോൺ ആൻഡ് shrubs. എന്താ മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ആസ് റെയിൻഫോൾ ഈസ് മേഗർ ഓൺലി തോണി ആൻഡ് shrub vegetation grow in the Rajasthan desert and in the central part of the peninsula. Camel, vulture, eagle and several reptiles inhabit this dry region. എന്താണ് രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും മഴ തീരെ കുറവായതിനാൽ എന്താണ് അതായത് രാജസ്ഥാൻ ഡെസേർട്ടിലും പിന്നെന്താണ് ഈ സെൻട്രൽ പാർട്ട് ഓഫ് ദ പെനിൻസുലയും എന്താ മഴ തീരെ കുറവായതിനാൽ എന്താണ് അവിടെ ഈ മുൾച്ചെടികളും കുറ്റിക്കാടുകളാണ് അല്ലെ, തോണി ആൻഡ് shrubs അല്ലെ, തോൺസും shrubസും ആണ് ഇത് വളരുന്നത്. പിന്നെ അവിടെ എന്താണ് ക്യാമൽ, വൾച്ചർ ഒട്ടകം, കഴുകൻ, പിന്നെ ഈഗിൾ പരുന്ത്, പിന്നെ പലതരം റെപ്റ്റൈൽസ് അല്ലെ ഉരകങ്ങൾ എന്നിവ ഈ വരണ്ട മേഖലയിൽ ജീവിക്കുന്നവയാണ് അല്ലെ. അടുത്ത എന്താണ് നെക്സ്റ്റ് മാംഗ്രോവ് ഫോറസ്റ്റ്. എന്താ കണ്ടൽ കാടുകൾ എന്ന് പറയും അല്ലെ. ദീസ് are peculiar plant species that grow in saline soil. The mangrove forest protect the river banks and the coastal zones from shelving. The mangrove forest of West Bengal are the natural habitat of the Bengal tiger. The mangrove roots provide a breeding ground to several species of fishes. എന്താണ് ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേക തരം സസ്യജാലങ്ങളാണ് എന്ത് ഈ കണ്ടൽ കാടുകൾ അല്ലെ. അതായത് ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന ഒരു പ്രത്യേക തരം സസ്യജാലങ്ങളാണ് എന്ത് ഈ പ്ലാന്റ് ആണ് എന്ത് ഈ കണ്ടൽ കാടുകൾ അല്ലെ, ഈ മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നദീമുഖങ്ങളിലും സമുദ്ര തീരങ്ങളിലും
കരയിടിച്ചിലിനെ ചെറുക്കുന്നത് എന്താണ്? ഈ കണ്ടൽക്കാടുകൾ അല്ലെ. ഈ പുഴ തീരത്ത് മണ്ണിടിയല്ലോ, അതുപോലെ സമുദ്ര തീരത്തൊക്കെ മണ്ണിടിയുന്നില്ലേ, അതിനെയൊക്കെ എന്താണ് ചെറുക്കുന്നത്? ഈ കണ്ടൽക്കാട് നട്ടിട്ടാണ് അല്ലെ. പശ്ചിമ ബംഗാളിലെ വെസ്റ്റ് ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് എന്ത്? ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം. ബംഗാൾ ടൈഗറിന്റെ ആവാസ കേന്ദ്രം വെസ്റ്റ് ബംഗാളിലുള്ള ഈ മാംഗ്രോവ് ഫോറസ്റ്റിലാണ് അല്ലെ. കണ്ടൽക്കാടുകളുടെ വേരുപടലങ്ങൾ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ് എന്ത്? ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ഫിഷസിന്റെ ഈ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ് എന്ത്? ഈ മാംഗ്രോവ് റൂട്ട്സ്. ഓക്കെ, കണ്ടൽക്കാടുകളുടെ വേരുപടലങ്ങൾ. ഓക്കെ, അതാണ് നിരവധി മത്സ്യ ഇനങ്ങളുടെ ഈ ബ്രീഡിംഗ് പ്രജനന കേന്ദ്രങ്ങളാണ് അല്ലെ. അതുങ്ങൾ മുട്ടയിട്ട് വളരുന്ന സ്ഥലം ഇവിടെയാണ്, ചില കുറെ ഫിഷസ് അല്ലെ. ദെൻ അടുത്ത് മോണ്ടെയിൻ ഫോറസ്റ്റ് എന്താണ്? The coniferous trees that grow in the higher reaches and the mosses in the severely cold region fall in the category of montane forest. Several rare animals like the musk deer, snow leopard and the Himalayan tahr have their habitats in this forest. The high ranges of the Western Ghats is the abode of the Nilagiri tahr. എന്താണ്? ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗ സസ്യങ്ങളും പർവ്വത വനങ്ങളിൽ പെടുന്നു. കസ്തൂരിമാൻ, വരയാട്, എന്താണ്? മസ്ക് ഡിയർ, റെയർ ആനിമൽസ് ലൈക്ക് മസ്ക് ഡിയർ, പിന്നെന്താണ്? സ്നോ ലിയോപ്പർഡ് ആൻഡ് ഹിമാലയൻ താർ. എന്താണ്? കസ്തൂരിമാന്, വരയാട്, ഹിമപ്പുലി തുടങ്ങിയ അപൂർവ ജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം. പശ്ചിമഘട്ടത്തിന്റെ വെസ്റ്റേൺ ഗാറ്റ്സിന്റെ ഉയർന്ന പ്രദേശങ്ങളിലും ഈ നീലഗിരി താർ അല്ലെ, വരയാട് കാണപ്പെടുന്നു. ഓക്കെ, അടുത്ത you have understood that compared to the other countries, India has unique and diverse physiography, climate, soil types and natural vegetation and animal life. This diversity in its physical aspects is the reason for the cultural diversity in India. Despite all such diversities, India stands united as a single nation. The feeling that we all are Indians keep us together. എന്താ അവിടെ പറയുന്നത് മക്കളെ? ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സസ്യജന്തുജാലങ്ങൾ എന്നിവയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തതയും വൈവിധ്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ഇന്ത്യയിൽ പല വൈവിധ്യങ്ങളും ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. അതുപോലെ എന്താണ്? ഈ ഭൗതിക സവിശേഷതയിലെ ഈ വൈവിധ്യം തന്നെയാണ് എന്ത്? ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യങ്ങൾക്കും കാരണമായിട്ടുള്ളത് അല്ലെ. ഈ ഭൗതിക physical aspects is a reason for the cultural diversity in India. എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ഈ ഭൗതിക സവിശേഷതകളുടെ ഈ വൈവിധ്യം തന്നെയാണ് എന്ത്? ഇന്ത്യയിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്കും കാരണമായിട്ടുള്ളത്. Despite all such diversities, India stands united as a single nation. The feeling that we all are Indians keep us together. എന്താണ്? വൈവിധ്യങ്ങൾ ഏറെയാണെങ്കിലും ഇന്ത്യ ഒറ്റ രാജ്യമായി നിലകൊള്ളുന്നു അല്ലെ. നമ്മെ ഒരുമിച്ച് ചേർക്കുന്ന വികാരമാണ് നാം എല്ലാം ഭാരതീയരാണ് എന്ന ബോധം അല്ലെ. വി ആർ ഇന്ത്യൻസ് എന്നുള്ളത് എന്താണ്? നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അല്ലെ. എപ്പോഴും എന്താണ്? നമ്മൾ ഇന്ത്യ എന്നുള്ളത്, നമ്മൾ ഇന്ത്യൻസ് ആണെന്നുള്ളത് ബോധം എപ്പോഴും എന്താണ്? നമ്മൾ ഒരുമിച്ച് ചേർക്കുന്ന വികാരമാണ് നാം എല്ലാം ഭാരതീയരാണ് എന്ന ബോധം അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒക്കെ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായി മനസ്സിലാക്കുക. മനസ്സിലാവാത്ത ആൾക്കാർ ഇത് വീഡിയോസ് ഒന്നും കൂടി കേൾക്കുക, ചാപ്റ്റർ ഒക്കെ ഒന്നും കൂടി കേൾക്കുക കേട്ടോ. അപ്പൊ ഈ ഇന്ത്യനെ കുറിച്ചിട്ട് ഇന്ത്യയിലുള്ള പ്രധാന ഡൈവേഴ്സിറ്റീസും ഒക്കെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നന്നായി മനസ്സിലാക്കി മനസ്സിരുത്തി വായിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ എന്നല്ല ഈ സബ്ജക്റ്റ് തന്നെ ഇവിടെ തീർന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നിങ്ങൾ നന്നായി പഠിക്കുക. എക്സാമിന് നല്ലോണം മാർക്ക് വാങ്ങുക കേട്ടോ. ഓക്കെ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു.